എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക് പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇലയുടെ പച്ചച്ചുവയൊന്നും ഇല്ലാതെ തന്നെ നല്ല രുചികരമായിട്ടുള്ള പാലക് പനീറാണ്. കൊച്ചുകുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാലക് ചീരയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ഒരു പിടി പാലക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. ബ്ലാൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കുന്നതാണ് ബ്ലാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഈ ഒരു പിടി പാലക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചീര ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ചീര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റിയിട്ട് ഒരു ഐസ് ക്യൂബ് ഇട്ടൊരു പാത്രത്തിലേക്ക് നമുക്കിത് കോരി മാറ്റാം. കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഐസ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഐസ് കോൾഡ് വാട്ടറാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഇല ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇതിലൊന്ന് കിടന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാം. പനീർ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, എരിവിനാശമുള്ള പച്ചമുളക്, ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാലക്കിൻ്റെ ഇല നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാലക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ പാലക് പനീറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് 2 ബേ ലീഫും അതുപോലെ 2 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ് ആണ്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ഈ കറിയിൽ ചേർക്കാനായിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് അത് വഴണ്ടും കിട്ടുന്നത്. പിന്നെ ഒരു 3-4 പച്ചമുളക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറൊന്ന് മാറുമ്പോഴാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലി നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമുക്ക് പിന്നീട് ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ അതവിടെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. ഉലുവ ഇല ഉണങ്ങിയതാണ്. അത് കൈവച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തവിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മല്ലി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർക്കാം. ഇങ്ങനെ ക്രഷ് ചെയ്ത മല്ലി നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറികൾക്ക്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ കറികൾക്ക്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാലക് പ്യൂരി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് അങ്ങിട്ട് വഴറ്റി അതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് യാതൊരു പച്ചച്ചുവയില്ലാത്തൊരു പ്യൂരിയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ കൂടി ചേർക്കുക. 200 ഗ്രാം പനീറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ജാതിക്ക പൊടിയാണ്, അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. 1 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 നുള്ള് വറുത്ത ജീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതിൽ ഒരു മാജിക് ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് കെബ്ര വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു മണമുള്ളൊരു വാട്ടറാണ്. നോർത്ത് ഇന്ത്യൻ ബിരിയാണികൾക്കും കറികൾക്കും ഒക്കെ റെസ്റ്റോറൻറ്റിൽ ഇത് ചേർക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നമ്മളൊരു 2-3 തുള്ളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇത് തിളപ്പിച്ചെടുക്കുക. ഏറ്റവും അവസാനം ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക.
ഒരുപാട് നേരം ഇട്ട് തിളച്ച് അതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം കുഞ്ഞു പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കറിയാണ്. ഇവിടെ 2 മക്കൾക്കും ലീഫ് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത ആൾക്കാരാണ്. പക്ഷേ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, നാനിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു കറിയുടെ ലുക്ക് കണ്ടിട്ട് ഇത് കഴിക്കാതിരിക്കരുത്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അവസാനം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റഡ് മോസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലക് പനീറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്